ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ദ വീഡിയോ. അപ്പോൾ ഇന്നേ ദിവസം ഞാൻ റെഡിയാക്കാൻ പോണ റെസിപ്പി നമുക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് ഓലൻ റെഡിയാക്കാമെന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അതിനായിട്ട് ഞാനൊരു കുമ്പളങ്ങ കഷ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ, ആവശ്യത്തിനുള്ള. പിന്നെ കുറച്ച് വൻപയറും എടുത്തിട്ടുണ്ട്. എളുപ്പത്തിൽ റെഡിയാക്കാനും പറ്റും, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ നമ്മളിന്ന് ഓലനും ഉണക്കമീൻ ഫ്രൈ ചെയ്തതാണ് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ അതിൻ്റെ കൂടെ. ഇതിപ്പോൾ ഒരു ഓണം സ്പെഷ്യലാണ്, എന്താ പറയുക. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് റെഡിയാക്കാൻ നോക്കാം. കുമ്പളങ്ങ എടുത്തിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓണത്തിൻ്റെ ഒരു ഐറ്റംസ് ആണല്ലോ ഇത്, സദ്യേൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ. പിന്നെ ഇത് കുറച്ച് വലിയ കഷ്ണാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് വേണ്ടത്. കുറച്ചധികം കുമ്പളങ്ങി എടുക്കണം, കുറച്ച് മാത്രം വൻപയർ മതി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വൻപയർ എടുത്തിട്ടുണ്ട്. ഞാൻ രണ്ടും സെയിം അളവിൽ തന്നെയാട്ടോ എടുത്തിട്ടുള്ളത്. വൻപയർ കുറച്ച് മതി കേട്ടോ. നമുക്ക് സദ്യയൊക്കെ കിട്ടുമ്പോൾ അവിടെ ഇവിടെ ഓരോന്നല്ലേ കാണുള്ളൂ, കുമ്പളങ്ങയല്ലേ കുറച്ചധികം കിട്ടുക. അപ്പോൾ ഞാൻ ഇപ്പോൾ രണ്ടും സെയിം അളവിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുമ്പളങ്ങല്ലേ, ഇത് കുക്ക് ചെയ്തെടുക്കുന്ന പാത്രത്തിൽ ഇട്ട് കൊടുക്കുക. 2 പച്ചമുളകും, ആവശ്യത്തിനുള്ള ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടി കുമ്പളങ്ങയില്ല ഉണ്ടാവും വെള്ളമൊക്കെ. എന്നാലും നമ്മൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു ടൈമിൽ നമ്മൾ വൻപയറൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. 2-3 വിസിലടുപ്പിച്ച് ആ വൻപയർ ഞാനൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും അപ്പുറത്ത് ഇങ്ങനെ കുക്കായി കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കുമ്പളങ്ങ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തുകൊണ്ട് ഞാനിങ്ങനെ, ഉപ്പ് വേണമെന്നില്ല, ഉപ്പ് ഈ വൻപയറും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുത്താൽ മതി. അപ്പോൾ വൻപയർ 3 വിസിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. നന്നായി ഉടഞ്ഞ് പോകുമൊന്നും വേണ്ട കേട്ടോ. വൻപയർ ഇങ്ങനെ എന്താ ഇതിലിങ്ങനെ നിൽക്കണം, ഉടഞ്ഞു പോകാതെ. അപ്പോൾ കളറും നന്നായി ചേഞ്ചായി പോകും. ഒരു ക്രീമി കളർ അല്ലെങ്കിൽ ഒരു വൈറ്റ് കളറല്ലേ ഉണ്ടാവുക. ഈ ഒരു ടൈമിൽ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങ വേണം, കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ. മൺപാത്രം ആയതുകൊണ്ട് കുറച്ച് ചൂട് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചൂടോട് കൂടി നമ്മൾ ഒഴിച്ചു കൊടുത്താൽ ഇത് പിരിഞ്ഞു പോകൂലേ, അതുകൊണ്ടാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു തിക്കായിട്ട് ഇങ്ങനെ കിട്ടും കേട്ടോ. ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിട്ടത്. പിന്നെ ഇതിലേക്ക് ഇനി നമുക്ക് ഫൈനലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. വറ്റൽമുളക് ഉണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കുക. പക്ഷെ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അതും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുത്തോണ്ടി. അപ്പോൾ നമ്മളെ സദ്യ സ്പെഷ്യലായിട്ടുള്ള ഓലൻ ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, വൻപയറും കുമ്പളങ്ങി ഉണ്ടെങ്കിൽ സെറ്റായി. കുറച്ച് പച്ച തേങ്ങാപ്പാൽ, കട്ടിയിലുള്ള പാൽ ഒഴിച്ച് കൊടുക്കുക, പച്ചമുളക്, ഉപ്പും മാത്രം മതി കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. കഴിക്കാം, അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഡേ അടിപൊളി റെസിപ്പീസായിട്ട് ഇൻഷാ അല്ലാഹ് സിമ്പിളായിട്ടുള്ള റെസിപ്പീസ് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.